ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. LP-UP പരീക്ഷകളിൽ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന നവോത്ഥാനത്തിൽ നിന്നുള്ള കുറച്ച് കൺസെപ്റ്റുകൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചോദ്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളെ കേരള സിംഹം എന്ന പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണ്? അദ്ദേഹത്തിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഏത് വ്യക്തിയുമായിട്ടാണ് ബന്ധമുള്ളത് എന്നായിരുന്നു ചോദ്യം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരിക്കും. കിട്ടിയിട്ടില്ലാത്തവർക്ക് പറഞ്ഞുതരാം. അത്തരത്തിൽ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. അദ്ദേഹം തന്നെയാണ് മന്നത്ത് പത്മനാഭനെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും വിശേഷിപ്പിച്ചതും. ഇനി നമുക്ക് അതുപോലെ തന്നെ അതോടൊപ്പം ചേർത്ത് പഠിക്കാൻ കഴിയുന്ന രണ്ട് കൺസെപ്റ്റുകളും കൂടെ നോക്കാം. കേരള ലിങ്കൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൻ എന്ന് അറിയപ്പെടുന്നതും. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പലപ്പോഴും പല കോൺട്രവേഴ്സീസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലിങ്കൻ ഒരു കറുത്ത വംശത്തിൽപ്പെട്ട വ്യക്തി ആയിരുന്നോ അല്ലയോ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിലേക്ക് ഡീപ്പായിട്ടൊന്നും ഇറങ്ങിപ്പോകണ്ട. ആ ഒരു കറുപ്പ് എന്നുള്ള ഒരു പദം മാത്രം ഇവിടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് പണ്ഡിറ്റ് കറുപ്പനെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ കോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മളതിൽ വലുതായിട്ട് ലോജിക്ക് തേടി ഒന്നും പോകണം. നമുക്കൊന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയണം. പരീക്ഷാകാലയിൽ ഈ ഒരു ചോദ്യം നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തെറ്റ് വരാതെ നെഗറ്റീവ് മാർക്കിലേക്ക് പോകാതെ കറക്റ്റായിട്ട് ആ ഒരു സ്കോർ നമുക്ക് നേടാൻ കഴിയണം. ഒരു കൺസെപ്റ്റും കൂടെ നോക്കാം. കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. അദ്ദേഹത്തിനെയാണ് കേരള സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് പറയുന്നത്. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള രണ്ട് പുസ്തകങ്ങളെ കുറിച്ചുകൂടെ നമുക്ക് നോക്കാം. ജാതിക്കുമ്മി എന്നുള്ള പുസ്തകം രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. അതുമായിട്ട് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള മറ്റൊരു വർക്കാണ് ആനന്ദക്കുമ്മി. അത് പഠിക്കാൻ എളുപ്പമാണ്. അത് എഴുതിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഈ ആനന്ദം ഒന്ന് ഓർത്താൽ മതി. ആനന്ദക്കുമ്മി ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മറ്റൊരു കൺസെപ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.